ഏതാ ഇത് മാസ്ക് ആണല്ലോ കേട്ടോ. ഫ്രണ്ടിൽ ഡാഷ്ബോർഡിൽ സംഭവം ഇത് മാസ്ക് ആണല്ലോ കേട്ടോ. അപ്പോൾ നമ്മൾ അത്യാവശ്യം നമ്മുടെ ഓട്ടോയുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ മാസ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെയിൻറ്റിങ് ആണ് ഇപ്പോൾ ഉടനെ നടക്കുന്നത്. അത്യാവശ്യം നമ്മുടെ ഈ സംഭവങ്ങളൊക്കെ മാസ്ക് ചെയ്ത് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ പെയിൻറ്റിങ് ആണ്. മാസ്കിങ് അകത്ത് നടക്കണം. നമ്മുടെ ചേട്ടനകത്ത് മാസ്ക് ചെയ്തിരിക്കണം. ഗ്ലാസ് ചെയ്ത് മാസ്ക് ചെയ്തിരിക്കണം. സീറ്റും കാര്യങ്ങളൊക്കെ അഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ബാക്കിലേക്ക് ഇനി ഇതൊക്കെ മാസ്ക് ചെയ്യാനുണ്ട്. പിന്നെ വേറെ വലിയ സീരിയസ് ആയിട്ടുള്ള പാച്ച് വർക്കും കാര്യങ്ങളൊന്നുമില്ല. നന്നായി കുട്ടികൾക്ക് മാത്രമേ ചെയ്യൂ. നമുക്കിനി ഹാൻഡിലുണ്ടല്ലോ കേട്ടോ. ഇതൊക്കെ മാസ്ക് ചെയ്യാനല്ലേ? ബാക്കി ബ്ലാക്ക് അല്ലേ വരുന്നത്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലേ. ഇവിടെ വരുന്ന മഞ്ഞല്ലേ, അതും ഇച്ചിരി മാസ്ക്.
നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടല്ലേ, അല്ല മഞ്ഞ അടിച്ചിട്ടല്ലേ ബ്ലാക്ക് അടിക്കുന്നത്. ഇപ്പോൾ ഉണങ്ങി കിട്ടും. അതിന് ശേഷം അത് നമ്മൾ മാസത്തിൽ ശേഷം മഞ്ഞ അടിച്ചിട്ട് നമ്മൾ ഫുള്ള് ക്ലിയർ അടിക്കണം. അപ്പോൾ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഓട്ടോയുടെ പണി കഴിയും. മറ്റേതാകുമ്പോൾ ഒത്തിരി താമസം എടുക്കും. മഞ്ഞ അടിച്ച് ഒരു 3-4 മണിക്കൂർ കിടന്നാൽ ഉണങ്ങുള്ളൂ. എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് ബാക്കി. ഓക്കെ ഓക്കെ ഓക്കെ. സിൽവറാണ് നമ്മൾ വീൽ ഡിസ്ക് അടിക്കാൻ വേണ്ടി. വീൽ ഡിസ്ക് മറ്റേന് വേറെ ആണോ? മറ്റേ വേറെ, ഇത് വീൽ ഡിസ്ക് അടിച്ചിട്ട് വീൽ ഡിസ്ക് അടിക്കണം. അവിടെ വീൽ ഡിസ്ക് നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യണം. നോക്കിയ 6.1 നല്ല ലെൻസാണ്.
ഫ്രണ്ട്സ്, അപ്പോൾ അത്യാവശ്യം ക്ലിയറൊക്കെ അടിച്ച് നല്ല പെർഫെക്റ്റാക്കി ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഓൾറെഡി ബാക്കിയുള്ള നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ എഴുതി സെറ്റപ്പാക്കി വെച്ച് ഇപ്പോൾ നമ്മൾ സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ ഗ്ലാസ് ഏരിയ ഒന്ന് പൊളിക്കാനുണ്ട്. ബാക്കി ക്ലിയർ അടിച്ച് പക്കയായിട്ട് ഇട്ടിരിക്കുകയാണ്. ബാക്കിയുള്ളത് നമുക്ക് ഇവിടെ ഒരു മൾഗാർഡ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം വരും. പക്ഷേ അതൊക്കെ പെയിൻ്റ് അടിക്കാനുണ്ട്. അപ്പോൾ അത് പെയിൻ്റ് അടിച്ച് സെറ്റ് ചെയ്യുന്നത് നമുക്ക് വേറെ ദിവസം കാണിക്കാം. വേറെ ഇനിയിപ്പോൾ ഇവിടേക്ക് ഇനി ഇത് പൊളിക്കാനുണ്ട്. ജസ്റ്റ് നമുക്ക് പൊളിക്കാൻ പറ്റുമോ നോക്കട്ടെ.